നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ നമ്മൾ ആരും അത്രയൊന്നും വില മതിക്കാത്ത ഒന്നിനെക്കുറിച്ചാണ്. അത് വെള്ളമാണ്. അയ്യേ, വെള്ളത്തിനെ കുറിച്ചാണോ ഇത്ര വലിയ ആമുഖം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ ഞാൻ ഉറപ്പു തരുന്നു, ഈ വീഡിയോ മുഴുവനായും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വെള്ളത്തിനെ നോക്കുന്ന രീതി തന്നെ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറയ്ക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ദ്രാവകമാണ് നിങ്ങളുടെ വീട്ടിലെ പൈപ്പിലൂടെ വരുന്ന ഈ സാധാരണ വെള്ളം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ദിവസം മുഴുവൻ ഓഫീസിലോ കോളേജിലോ അല്ലെങ്കിൽ വീട്ടിലോ ജോലി ചെയ്ത് ആകപ്പാടെ തളർന്നു തല പുകഞ്ഞിരിക്കുകയാണെന്ന് കരുതുക. ആ സമയത്ത് ഓടിച്ചെന്ന് മുഖത്ത് കുറച്ച് തണുത്ത വെള്ളം കോരി ഒഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ? എന്തൊരാശ്വാസമാണ്! ആ നിമിഷം നമ്മുടെ പകുതി ക്ഷീണം അങ്ങ് പോകും അല്ലേ? പിന്നെ വേറൊരു കാര്യം, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നാൽ അല്ലെങ്കിൽ ആരെങ്കിലും കരയുന്നത് കണ്ടാൽ നമ്മൾ ആദ്യം ഓടിച്ചെന്ന് കൊടുക്കുന്നത് എന്താണ്? ഒരു ഗ്ലാസ് വെള്ളം. ഇത് കുടിക്ക്, സമാധാനപ്പെട് എന്ന് നമ്മൾ പറയും. ആ വെള്ളം കുടിക്കുമ്പോൾ അവരുടെ മനസ്സ് തണുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ കാലുവേദനയും ദേഹവേദനയും ഒക്കെ ആയിട്ട് തളർന്നിരിക്കുമ്പോൾ ഒരു ബക്കറ്റ് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ട് അതിൽ കാല് മുക്കി വെച്ച് കുറച്ചു നേരം കണ്ണടച്ചിരുന്നാലോ? ശരീരത്തിലെ വേദന മാത്രമല്ല, മനസ്സിലെ ഭാരം കൂടിയാണ് ആ വെള്ളം വലിച്ചെടുക്കുന്നത്. ഇതൊക്കെ വെറും തോന്നലുകളാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലും അല്ല. ഇതിന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഈ വെള്ളത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. ഈ വെള്ളം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണവും പ്രശസ്തിയും നല്ല ബന്ധങ്ങളും ആകർഷിക്കാൻ സാധിക്കും. അതേസമയം നമ്മൾ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ കാരണം ഈ വെള്ളം തന്നെ നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ടുവരാനും കാരണമാകും. അപ്പോൾ വെള്ളത്തിന്റെ ആ അത്ഭുത രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രവാഹം പോലെ ഐശ്വര്യം കൊണ്ടുവരാൻ സഹായിക്കുന്ന 8 മാന്ത്രിക വഴികളും അതുപോലെ നമ്മൾ അറിയാതെ ചെയ്യുന്നതും എന്നാൽ നമ്മുടെ ഭാഗ്യം തട്ടിക്കളയുന്നതുമായ 3 വലിയ അബദ്ധങ്ങളെ കുറിച്ചും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായിട്ട് കാണണം. കാരണം ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ 8 കാര്യങ്ങൾ ഒരു ശീലമാക്കിയാൽ വെള്ളം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അത്ഭുതങ്ങൾ കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഉറങ്ങുന്നതിന് മുൻപ് കാലുകൾ കഴുകുന്നത് ഒരു ശീലമാക്കുക. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ ദിവസവും രാത്രി നിങ്ങൾ ഉറങ്ങാനായി കിടക്കയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ കാലുകൾ നന്നായിട്ടൊന്ന് കഴുകണം. പറ്റുമെങ്കിൽ കുറച്ച് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അതിന് പറ്റിയില്ലെങ്കിൽ പച്ചവെള്ളത്തിൽ നന്നായി ഉരച്ച് കഴുകിയാലും മതി. ഇതെന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ദിവസം മുഴുവൻ എവിടെയൊക്കെ പോകുന്നു? ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഓഫീസിൽ പോകുന്നു, മാർക്കറ്റിൽ പോകുന്നു, പലതരം ആളുകളുമായിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും നമ്മൾ പോലും അറിയാതെ ഒരുപാട് നെഗറ്റീവ് എനർജികൾ നമ്മുടെ കൂടെ പോരും. ചിലരുടെ അസൂയ, ചിലരുടെ ദേഷ്യം, ചില സ്ഥലങ്ങളിലെ മോശം വൈബ്രേഷൻസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കാലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഈ നെഗറ്റീവ് എനർജിയുമായി നമ്മൾ നമ്മുടെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നമ്മുടെ ഉറക്കത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ വീടിന്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെയും മോശമായി ബാധിക്കും. അതുകൊണ്ട് രാത്രി കാല് കഴുകി വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് തുടച്ച ശേഷം ഉറങ്ങാൻ കിടന്നു നോക്കൂ. അന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് പോലുള്ള സുഖനിദ്ര വേറെ ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധമാകും. ഇതൊരു ശീലമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റിവിറ്റി പടിയിറങ്ങി പോകുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യമായിരുന്നു ഉറങ്ങുന്നതിന് മുമ്പ് കാലുകൾ കഴുകുന്നത് ഒരു ശീലമാക്കുക എന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തോട് സംസാരിക്കുക. കേട്ടിട്ട് വട്ടാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ ഇതാണ് ഏറ്റവും ശക്തമായ ഒരു ടെക്നിക്ക്. ഇതിനെ വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. വെള്ളത്തിന് ഓർമ്മശക്തിയുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. ഒരു ചില്ല് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കാം. ആ ഗ്ലാസ് നിങ്ങളുടെ 2 കൈകൾ കൊണ്ടും സ്നേഹത്തോടെ പിടിക്കുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക. അത് നടന്നു കഴിഞ്ഞതുപോലെ നന്ദിയോടെ പറയണം. ഉദാഹരണത്തിന്, എനിക്ക് നല്ല ആരോഗ്യം നൽകിയതിന് ഒരുപാട് നന്ദി. എൻ്റെ ജീവിതത്തിലേക്ക് പണം ഒഴുകിയെത്തുന്നതിന് നന്ദി.
എൻ്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറച്ചതിന് നന്ദി. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സ്നേഹത്തോടെ വിശ്വാസത്തോടെ ആ വെള്ളത്തോട് പറയുക. ഒരു 2 മിനിറ്റ് നേരം പറഞ്ഞാൽ മതി. അതിനുശേഷം ആ വെള്ളം സാവധാനം ഓരോ കവിളും ആസ്വദിച്ച് കുടിക്കുക. നിങ്ങൾ പോസിറ്റീവ് എനർജി നിറച്ച ആ വെള്ളം നിങ്ങളുടെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ ആ പോസിറ്റീവ് വൈബ്രേഷനിൽ നിറയും. പതിയെ പതിയെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഇതൊരു അത്ഭുതം തന്നെയാണ് കൂട്ടുകാരെ. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ 2ാമത്തെ കാര്യമായിരുന്നു നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തോട് സംസാരിക്കുക എന്നത്. ഇനി 3ാമത്തെ കാര്യമാണ് പൗർണമി നിലാവിൽ വെള്ളം ചാർജ് ചെയ്യുക. പൗർണമി അഥവാ വെളുത്ത വാവ് ദിവസം ചന്ദ്രന് വളരെ ശക്തിയുള്ള ദിവസമാണ്. അതെല്ലാവർക്കും അറിയാലോ അല്ലേ? ഈ ദിവസം ചന്ദ്രന്റെ പ്രകാശത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഒരു ചില്ലുകുപ്പി, അതായത് ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. അതിൽ നിറയെ ശുദ്ധമായ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അത് സങ്കല്പിച്ച് ഈ വെള്ളത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. ശേഷം ആ കുപ്പി അടച്ച് രാത്രി മുഴുവൻ ചന്ദ്രപ്രകാശം നേരിട്ട് കൊള്ളുന്ന ഒരിടത്ത് വെക്കുക. ടെറസിലോ ബാൽക്കണിയിലോ അല്ലെങ്കിൽ ജനലിന്റെ പുറത്തോ എവിടെ വേണമെങ്കിലും വെക്കാം. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ആ കുപ്പിയെടുത്ത് അകത്ത് വെക്കണം. പൗർണമി ദിവസം ചന്ദ്രന്റെ മുഴുവൻ ശക്തിയും ആവാഹിച്ച ആ വെള്ളം ഒരു അമൃത് പോലെയാണ്. ആ വെള്ളം അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുറേശ്ശെയായിട്ട് കുടിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം കഴുകാനോ ചെടികൾ കൊഴിക്കാനോ ഉപയോഗിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും ഇതിലും നല്ലൊരു മാർഗമില്ല. അപ്പോൾ 3ാമത്തെ കാര്യം പൗർണമി നിലാവിൽ വെള്ളം ചാർജ് ചെയ്യുക എന്നതായിരുന്നു. ഇനി 4ാമത്തെ കാര്യം മഴവെള്ളം പ്രപഞ്ചത്തിന്റെ സമ്മാനം. 4ാമത്തെ പോയിന്റ്, ഇപ്പോൾ മഴക്കാലമാണല്ലേ. മഴ പെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം കിട്ടാറില്ലേ? ആകാശത്ത് നിന്ന് താഴേക്ക് പെയ്യുന്ന ഓരോ മഴത്തുള്ളിക്കും അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. മഴയത്ത് കുളിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? കുട്ടികളെല്ലാം മഴയത്ത് കുളിക്കുന്നത് കാണാം അല്ലേ? അവർക്ക് വലിയൊരു സന്തോഷമാണ്. വലിയവരോട് നമ്മൾ പറയും കൂടുതൽ മഴ നനയണ്ട, ജലദോഷം പിടിക്കുമെന്ന്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ വെള്ളം ശേഖരിച്ച് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കാൻ. കാരണം മഴവെള്ളം അബണ്ടൻസിന്റെ അടയാളമാണ്. മഴവെള്ളം പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു വലിയ സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങൾക്കത് അനുഭവിക്കാനും അതിൻ്റെ തണുപ്പ് ഫീൽ ചെയ്യാനും കഴിയുന്നു. അതുകൊണ്ട് നല്ല മഴ പെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യത്തെ മഴ വരുമ്പോൾ, ഒരു വലിയ ഗ്ലാസ് ബൗൾ എടുക്കുക. അതിൽ ശുദ്ധമായ മഴവെള്ളം ശേഖരിക്കുക. വെള്ളം നിറയുമ്പോൾ ഒരു ചെറിയ ഗ്ലാസ് ബൗളിലേക്ക് അത് മാറ്റുക. വലിയ ബോട്ടിലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെറിയ കുപ്പികൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ ചെറിയ ബോട്ടിൽ മതി. ആ വെള്ളം ആ ഗ്ലാസ് ബോട്ടിലാക്കി നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ വെക്കുക. അല്ലെങ്കിൽ സ്ഥിരമായി നിങ്ങളുടെ ഷെൽഫിലോ എവിടെയായാലും കുഴപ്പമില്ല. അതിനുവേണ്ടി ഒരു പ്രത്യേക ഇടം കൊടുക്കുക. ഇത് അബണ്ടൻസിൻ്റെ ഒരു രൂപമാണ്. ഈശ്വരൻ തന്ന അബണ്ടൻസിൻ്റെ ഒരു രൂപം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, സ്റ്റീൽ ബോട്ടിലിൽ വെക്കാവോ, പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെക്കാവോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റലിൻ്റെ ബോട്ടിലിൽ വെക്കാവോ എന്ന്. ഉത്തരം പാടില്ല എന്നാണ്. വെള്ളത്തിൻ്റെ എനർജി ഗ്ലാസ്സിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക തരം എനർജി ആയിരിക്കും. അതതിൻ്റെ സ്വാഭാവികമായ അവസ്ഥയിൽ, അതിൻ്റെ മുഴുവൻ ശക്തിയിലുമായിരിക്കും. നമ്മൾ വെള്ളം പ്ലാസ്റ്റിക് ബോട്ടിലിലോ അല്ലെങ്കിൽ സ്റ്റീൽ ബോട്ടിലിലോ വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ ശുദ്ധമായ വൈബ്രേഷന് മാറ്റം വരാം. ചിലപ്പോൾ ആളുകൾ പറയും, ഞങ്ങൾക്ക് പൂജാമുറി ഇല്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക സ്ഥലമില്ല എന്ന്. വിഷമിക്കണ്ട, നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകില്ലേ? അല്ലെങ്കിൽ ഒരു അലമാരയുടെ മൂലയിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടൊരു ഏതെങ്കിലും ഒരു കോർണറിലാകാം. അങ്ങനെ ഒരു സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ നോർത്ത് ഡയറക്ഷനിൽ, അതായത് വടക്ക് ദിശയിൽ ആ ബോട്ടിൽ വെക്കുക. ഇത് അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങും. നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ 4ാമത്തെ കാര്യമാണ് മഴവെള്ളം ശേഖരിച്ച് വീട്ടിൽ സൂക്ഷിക്കുക എന്നത്. ഇനി 5ാമത്തെ കാര്യം, വീട്ടിൽ ഒഴുകുന്ന വെള്ളം. 5ാമത്തെ പോയിന്റ്,
ഇത് ഫെങ്ഷുയും വാസ്തുശാസ്ത്രവും പറയുന്നൊരു കാര്യമാണ്. ഒഴുകുന്ന വെള്ളം അഥവാ ഫ്ലോയിങ് വാട്ടർ എന്നത് അബണ്ടൻസ്, മണി, പ്രോസ്പിരിറ്റി എന്നിവയുടെ ഉറവിടമാണ്. ഇത് ഒരു വലിയ സോഴ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ചെറിയ വാട്ടർ ഫൗണ്ടൻ, അതായത് ഒരു വെള്ളച്ചാട്ടം പോലെ, നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെറുതോ വലുതോ ആകാം, അത് നിങ്ങളുടെ വീടിൻ്റെ നോർത്ത് ഡയറക്ഷനിൽ, അതായത് വടക്ക് ദിശയിൽ വെക്കാൻ കഴിയുകയാണെങ്കിൽ ഫെങ്ഷുയും വാസ്തുവും അനുസരിച്ച് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് കൊണ്ടുവരും. പ്രത്യേകിച്ച് വെൽത്തിൻ്റെ കാര്യത്തിൽ. ധനത്തിൻ്റെ കാര്യത്തിൽ ഒഴുകുന്ന വെള്ളം വീട്ടിൽ പണത്തിൻ്റെ ഒഴുക്ക് കൂട്ടുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് നോർത്തിൽ ഒരു ചെറിയ ഫൗണ്ടൻ അല്ലെങ്കിൽ വലുത് വെക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ വീടിന് ഒരു സൗന്ദര്യം നൽകും, ഒപ്പം പോസിറ്റീവ് എനർജിയും അബണ്ടൻസും കൊണ്ടുവരും. അപ്പോൾ 5ാമത്തെ കാര്യം വീട്ടിൽ ഒഴുകുന്ന വെള്ളം. ഇനി 6ാമത്തെ കാര്യം, പൗർണമി ദിവസത്തിൽ കൂടുതൽ വെള്ളം കുടിക്കുക. 6ാമത്തെ പോയിന്റ്, ഇതൊരു പക്ഷെ നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും. ഫുൾ മൂൺ അഥവാ പൗർണമി വരുമ്പോൾ നിങ്ങൾക്ക് സാധാരണ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കണം. സാധാരണ ഒരു ദിവസം നിങ്ങൾ 4, 5, 6 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ ഫുൾ മൂൺ സമയത്ത് കുറഞ്ഞത് 2 ഗ്ലാസ് വെള്ളമെങ്കിലും കൂടുതൽ കുടിക്കുക. ഈ ഫുൾ മൂൺ സമയം നമ്മുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യുന്ന ഒരു തരം സമയമാണ്. ഈ സമയത്ത് നമ്മുടെ ഇമോഷൻസ് വളരെ തീവ്രമായിരിക്കും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് സങ്കടപ്പെടാം, അകാരണമായി കരയുന്ന ഒരു സോണിലേക്ക് വരെ പോകാം. നമ്മുടെ മൂഡ് സ്വിങ്സ് കൂടാൻ സാധ്യതയുണ്ട് ഈ സമയത്ത്. നിങ്ങളുടെ എനർജി മാറ്റാനും നിങ്ങളുടെ ഓറ അഥവാ ചുറ്റുമുള്ള ഊർജ്ജവലയം മാറ്റാനും നിങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വരുത്താനും ഫുൾ മൂണിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നത് വളരെ പ്രധാനമാണ്. ചന്ദ്രൻ്റെ എനർജി വളരെ കൂടുതലുള്ള സമയമാണിത്. കടലിൽ വേലിയേറ്റം ഉണ്ടാകുന്നത് ചന്ദ്രൻ്റെ സ്വാധീനം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അതുപോലെ ചന്ദ്രൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലെ വെള്ളത്തെയും സ്വാധീനിക്കും. നമ്മുടെ ശരീരം 70% വെള്ളമാണെന്നുള്ള കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണം. ഇത് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ ബാലൻസ്ഡാക്കും. നിങ്ങളുടെ ഉള്ളിലെ ഇമോഷണൽ സ്റ്റേറ്റ് ബാലൻസ് ചെയ്യുമ്പോൾ പുറത്തുള്ള അവസ്ഥകൾ തനിയെ ബാലൻസ് ആകും. നിങ്ങളുടെ ജീവിതത്തിലും സമാധാനം വരും. അപ്പോൾ 6ാമത്തെ കാര്യം പൗർണമി ദിവസത്തിൽ കൂടുതൽ വെള്ളം കുടിക്കുക എന്നതാണ്. ഇനി 7ാമത്തെ കാര്യം, നിങ്ങളുടെ എനർജി ശുദ്ധീകരിക്കുന്ന കുളി അഥവാ സ്പിരിച്വൽ ബാത്ത്. 7ാമത്തെ പോയിന്റ് സ്പിരിച്വൽ ബാത്ത്, അതായത് ആത്മീയ സ്നാനം. ഇത് നമുക്ക് സ്വയം ക്ലെൻസ് ചെയ്യാനുള്ളൊരു വഴിയാണ്. ചില പ്രത്യേക ദിവസങ്ങളിൽ, ഉദാഹരണത്തിന് അസ്ട്രോളജിക്കലായിട്ട് പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ, അതായത് ഗ്രഹനില അനുസരിച്ച് പ്രാധാന്യമുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ എക്ലിപ്സിന് ശേഷം, അതായത് സൂര്യഗ്രഹണം അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം കഴിഞ്ഞ ശേഷം, ഇത് നമ്മുടെ എനർജിയെ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ വൈബ്രേഷൻ കൂടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെപ്പാടെ ഒരു മടുപ്പ്, ഒരു നെഗറ്റീവ് ഫീല് തോന്നുന്ന ദിവസങ്ങളിൽ ഈ സ്പെഷ്യൽ കുളി പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പിടുക. വേണമെങ്കിൽ കുറച്ച് റോസാപ്പൂവിൻ്റെ ഇതളുകളോ തുളസി ഇലയോ ചേർക്കാം. അതിൽ കുറച്ച് എസൻഷ്യൽ ഓയിലോ ഒഴിക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ആ വെള്ളത്തിൽ കുളിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും ആ ഉപ്പ് വെള്ളം വലിച്ചെടുത്ത് നിങ്ങളെ ശുദ്ധീകരിക്കും. കുളി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനെ പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ സ്പിരിച്വൽ ബാത്ത് എന്തായാലും എടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ എനർജിയെയും അബണ്ടൻസ് ലെവലിനെയും അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ തന്നെ റീചാർജ് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ 7ാമത്തേതായിരുന്നു സ്പിരിച്വൽ ബാത്ത്, അതായത് ആത്മീയ സ്നാനം. ഇനി 8ാമത്തെ കാര്യമാണ് പ്രകൃതിദത്തമായ വെള്ളത്തിൽ കുളിക്കുക. 8ാമത്തെ പോയിന്റ്, നമ്മൾക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണല്ലേ. പ്രത്യേകിച്ച് മലകളിലേക്ക്, വെള്ളച്ചാട്ടത്തിലേക്ക്, പുഴകളുടെ അടുത്തേക്ക് പോകാൻ അല്ലേ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് വരാറില്ലേ. മനസ്സിനൊരു ശാന്തിയും സമാധാനവും കിട്ടാറില്ലേ. പ്രത്യേകിച്ച് മലകളിൽ മഴക്കാലത്ത് അല്ലെങ്കിൽ അല്ലാതെയും ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഉണ്ടാകും. അങ്ങനെയുള്ള അരുവികളിൽ നിന്നോ വെള്ളച്ചാട്ടത്തിൽ നിന്നോ ഉള്ള വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക. ആ വെള്ളം നിങ്ങളുടെ ശരീരത്തിലെ അനാവശ്യമായ എനർജീസിനെ ശുദ്ധീകരിക്കും. ഇത് ഒരുതരം ക്ലെൻസിങ് ആണ്. ആ വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ മാത്രം വലിയ മാറ്റങ്ങൾ വരും. നിങ്ങൾക്ക് ഒരു റീചാർജ് ലഭിക്കും. നിങ്ങളുടെ വൈബ്രേഷൻ ഉയരും. അങ്ങനെയും നമുക്ക് ഒരുപാട് അബണ്ടൻസ് കൊണ്ടുവരാൻ കഴിയും.
നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന 8 ശീലങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഉറങ്ങുന്നതിന് മുൻപ് കാലുകൾ കഴുകുന്നതൊരു ശീലമാക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തോട് സംസാരിക്കുക. മൂന്നാമത്തെ കാര്യം, പൗർണമി നിലാവിൽ വെള്ളം ചാർജ് ചെയ്യുക. നാലാമത്തെ കാര്യം, മഴവെള്ളം പ്രപഞ്ചത്തിന്റെ സമ്മാനം. അഞ്ചാമത്തെ കാര്യം, വീട്ടിൽ ഒഴുകുന്ന വെള്ളം. ആറാമത്തെ കാര്യം, പൗർണമി ദിനത്തിൽ കൂടുതൽ വെള്ളം കുടിക്കുക. ഏഴാമത്തെ കാര്യം, നിങ്ങളുടെ എനർജി ശുദ്ധീകരിക്കുന്ന കുളി, അതായത് സ്പിരിച്വൽ ബാത്ത്. എട്ടാമത്തെ കാര്യം, പ്രകൃതിയുടെ സ്വന്തം വെള്ളത്തിൽ കുളിക്കുക. ഇനി അടുത്തതായി ഐശ്വര്യം ഇല്ലാതാക്കുന്ന 3 വലിയ തെറ്റുകളും കൂടി പറയാം. അപ്പോൾ ഐശ്വര്യം കൊണ്ടുവരാനുള്ള 8 വഴികളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ അറിയാതെ ചെയ്യുന്നതും എന്നാൽ നമ്മുടെ ഭാഗ്യത്തെ ഇല്ലാതാക്കി കളയുന്നതുമായ 3 വലിയ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഇന്ന് തന്നെ നിർത്തുമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരണം. അതിൽ ഒന്നാമത്തേത്, പ്ലാസ്റ്റിക് കുപ്പികളിലെ വെള്ളം. ഇതൊരു കൊടും പാപമാണ്. നമ്മളിൽ 90% പേരും ഇന്ന് പ്ലാസ്റ്റിക് കുപ്പികളിലാണ് വെള്ളം കുടിക്കുന്നത്. യാത്ര ചെയ്യുമ്പോൾ, ഓഫീസിൽ, എന്തിന് വീട്ടിലെ ഫ്രിഡ്ജിൽ പോലും പ്ലാസ്റ്റിക് കുപ്പികളാണ്. ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വെയിൽ കൊള്ളുമ്പോഴും പഴകുമ്പോഴും അതിലെ വിഷാംശങ്ങൾ വെള്ളത്തിൽ കലരും. ഈ വെള്ളം കുടിക്കുന്നത് പതുക്കെ വിഷം കഴിക്കുന്നതിന് തുല്യമാണ്. ഇത് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾക്ക് വരെ കാരണമാകും. ആരോഗ്യം മാത്രമല്ല, പ്ലാസ്റ്റിക്കിലെ വെള്ളത്തിന് അതിൻ്റെ ജീവനും ഊർജവും നഷ്ടപ്പെട്ടിരിക്കും. അതൊരു നിർജീവമായ വെള്ളമാണ്. അത് കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ഒരു ഗുണവും കിട്ടില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്ലാസ്റ്റിക് കുപ്പികളും എടുത്ത് ദൂരെ കളയുക. കാരണം സ്റ്റീൽ കുപ്പികളോ ചില്ലു കുപ്പികളോ നമ്മുടെ പഴയ മൺകൂജയോ ഉപയോഗിക്കാം. ഇതൊരു ചെറിയ മാറ്റമല്ല, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യവും ഭാവിയും സംരക്ഷിക്കുന്ന ഒരു വലിയ മാറ്റമാണ്. ഇനി രണ്ടാമത്തെ തെറ്റാണ് ഡീഹൈഡ്രേറ്റിംഗ് ബിവറേജസ് അഥവാ നിർജ്ജലീകരണ പാനീയങ്ങൾ ഒഴിവാക്കുക. ചായ, കാപ്പി, കോളകൾ, മദ്യം ഇതൊക്കെ നമ്മൾ ഒരു ഉന്മേഷത്തിന് വേണ്ടി കുടിക്കുന്നതാണ്. എന്നാൽ സത്യത്തിൽ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിലെ വെള്ളം ഊറ്റിയെടുക്കുന്ന പാനീയങ്ങളാണ്. 1 കപ്പ് കാപ്പി കുടിച്ചാൽ അത് ശരീരത്തിൽ നിന്ന് 2 കപ്പ് വെള്ളത്തിന്റെ അംശം ഇല്ലാതാക്കും. ഇത് നമ്മുടെ ശരീരത്തെ വരണ്ടതാക്കുകയും നമ്മുടെ പോസിറ്റീവ് എനർജിയെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇതിന്റെ അമിതമായ ഉപയോഗം നിങ്ങളുടെ പോസിറ്റീവ് എനർജി കുറയും, നിങ്ങളുടെ വൈബ്രേഷൻ കുറയും, നിങ്ങൾക്ക് കൂടുതൽ ക്ഷീണം തോന്നും, നിങ്ങളുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ മൊത്തത്തിലുള്ള എനർജിയും കുറയും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ കഴിയുന്നത്രയും ഒഴിവാക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ പോസിറ്റീവ് എനർജിക്കും നിങ്ങളുടെ ജീവിതത്തിലെ അബണ്ടൻസിനും വളരെ നല്ലതാണ്. വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇതിന്റെ അമിതമായ ഉപയോഗം കുറച്ച് പകരം ധാരാളം ശുദ്ധജലം കുടിക്കാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ തെറ്റാണ് വെള്ളം പാഴാക്കാതിരിക്കുക. ഇതൊരു പക്ഷെ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കും, അതിൽ നിന്ന് 2 or 3 കവിൾ കുടിക്കും, ബാക്കി അവിടെ വെക്കും. പിന്നീട് ആ വെള്ളം ആരും കുടിക്കാതെ സിംഗിൾ ഒഴിച്ച് കളയും. ഇത് എത്ര വലിയ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാവോ? വെള്ളം എന്ന് പറയുന്നത് അന്നം പോലെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ്. നമ്മൾ കുടിക്കാനെടുക്കുന്ന വെള്ളം ബാക്കി വെച്ച് ഒഴിച്ചു കളയുമ്പോൾ നമ്മൾ നമ്മുടെ ഐശ്വര്യത്തെയാണ് ഒഴിച്ചു കളയുന്നത്, നമ്മുടെ ഭാഗ്യത്തെയാണ് നമ്മൾ ഒഴിച്ചു കളയുന്നത്. നിങ്ങൾ എത്രമാത്രം വെള്ളം പാഴാക്കുന്നുവോ അത്രമാത്രം പണവും നിങ്ങളുടെ കയ്യിൽ നിന്ന് പാഴായി പോകും. ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. കുടിക്കാൻ ആവശ്യത്തിന് മാത്രം വെള്ളം എടുക്കുക. എടുത്ത വെള്ളം ഒരു തുള്ളി പോലും കളയാതെ മുഴുവനായിട്ടും കുടിക്കുക. ആരുടെയെങ്കിലും വീട്ടിൽ പോകുമ്പോൾ അവർ വലിയ ഗ്ലാസ്സിൽ വെള്ളം തന്നാൽ എനിക്ക് ഇത്രയും വേണ്ട, പകുതി മതി എന്ന് പറയാൻ മടിക്കരുത്. വെള്ളത്തിൻ്റെ ഓരോ തുള്ളിയും അമൂല്യമാണ്. അതിനെ ബഹുമാനിക്കാൻ പഠിച്ചാൽ ജീവിതം നിങ്ങളെയും ബഹുമാനിക്കും. അപ്പോൾ കൂട്ടുകാരെ, വെള്ളം വെറും ഒരു ദ്രാവകമല്ല, അതൊരു ജീവനുള്ള ശക്തിയുള്ള ഊർജ്ജമാണ്. അതിന് നിങ്ങളെ ഉയർത്താനും താഴ്ത്താനും കഴിയും. വെള്ളത്തെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഉപയോഗിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രയോഗിച്ചു നോക്കൂ. മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു നല്ല വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം. നന്ദി.